ഹലോ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു 6 മാമ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 3 മാമ്പഴം മതിയാവും. ഈ സൈസിലുള്ള മാമ്പഴം കിട്ടിയില്ല, അഥവാ വലുതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു 3 മാമ്പഴം മതിയാവും. ഇതിപ്പോൾ ഒരു 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാനിലേക്ക് മാമ്പഴം ഇതുപോലെ വെക്കാം. അതിലേക്ക് പച്ചമുളക് 3 എണ്ണം നടുകെ കീറിയത്, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, അവസാനമായി 2 കപ്പ് വെള്ളം. അത്യാവശ്യം കുറുകിയ മാമ്പഴ പുളിശ്ശേരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം അത്യാവശ്യം നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് 8 മിനിറ്റ് നേരം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് 1/4 കപ്പ്, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 വെളുത്തുള്ളി അല്ലി, ചെറിയ ഉള്ളി 3 എണ്ണം. ഇനി ഈ തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളം. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നേരത്തെ വേവിക്കാൻ വെച്ച മാമ്പഴം ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, മാമ്പഴം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് കലക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തൈര് പിഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് 1/4 ടീസ്പൂൺ. നിങ്ങൾ തൈരിൻ്റെ പുളി നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇത് മീഡിയം ടൈപ്പ് പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഉപ്പ് 1/4 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. ചില മാമ്പഴത്തിന് മധുരം കുറവായിരിക്കും. ആ ഒരു അവസരത്തിൽ നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് താളിച്ച് ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഉണക്കമുളക് 3 എണ്ണം നടുകെ മുറിച്ചത്, ചെറിയ ഉള്ളി 5 എണ്ണം സ്ലൈസ് ചെയ്തത്, കറിവേപ്പില 2 തണ്ട്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായി ഇളക്കി ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.